വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ കാവിലെത്തുമ്പോഴും ഓരോ ചുറ്റുപാടുകളായിരിക്കും. പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഇതുപോലെ ഓൺ വോയിസിൽ വർത്തമാനം പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് ഏകദേശം കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഇടുന്നതൊക്കെ ഞാൻ വെറും ബാക്ക്ഗ്രൗണ്ട് വോയിസ് മാത്രം ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖം മറന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വടക്കൻ്റെ അധികമാരും കാണാത്ത ആ തെയ്യക്കാഴ്ചകളെ തേടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നടുവിൽ അയ്യപ്പ വനദുർഗ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അനവധി അപൂർവ തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ അതിലേറെ പ്രധാനമായ കൊടക്കേറ്റ് ദൈവത്താറും പാടിമല ദൈവത്താറും എന്ന് വെച്ച് രണ്ട് തെയ്യങ്ങളെയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ടാക്സാൽ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ട് ഒത്തിരി കാശ് ആ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റ് ആപ്പുകളെ പോലെയല്ല, ഈ ഒരു ആപ്പിൽ പ്രെഡിക്റ്റ് ചെയ്ത് അഥവാ പ്രവചിച്ചുകൊണ്ടാണ് നമുക്ക് സമ്മാനം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും ഇവരുടെ ഗിവ് അവേയും കാര്യങ്ങളും ആപ്പിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കളിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആപ്പിൽ ഇതിൽ ജയിച്ചവരുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്രഡിക്ഷൻ ചെയ്യാനുള്ള കഴിവും അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ജയിക്കാനുള്ള സാധ്യതയും എല്ലാം തന്നെ കൂടാൻ വേണ്ടി ഇത് സഹായിക്കും. വെറും 500 രൂപയുടെ റീചാർജ് കൊണ്ട് iPhone 13 Pro വരെ നമുക്ക് ഇതിൽ നറുക്കെടുപ്പിലൂടെ കിട്ടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒട്ടും വൈകണ്ട, ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഫിനാൻഷ്യൽ റിസ്ക് ഏറെ കൂടിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ റിസ്കിൽ കളിക്കാം. അപ്പോൾ നമുക്ക് അധികമാരും കാണാത്ത ആ ഒരു അപൂർവ തെയ്യങ്ങളെ കാണാൻ വേണ്ടി നടുവിൽ അയ്യപ്പ വനദുർഗ ക്ഷേത്രത്തിലേക്ക് പോകാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ പറയാം. വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ വടക്കൻ്റെ ആ നല്ല തെയ്യക്കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നടുവിലിനടുത്തുള്ള അയ്യപ്പ വനദുർഗ ക്ഷേത്രത്തിലെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തിയ അപൂർവ തെയ്യങ്ങളായ ചെമ്പിലോട്ട് ഭൂതത്തെയും ചെമ്പിലോട്ട് ഭഗവതിയെയും അന്തിത്തറയെയും ആലക്കുന്ന് ചാമുണ്ടിയെയും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും അവിടെ കെട്ടിയാടിയ അപൂർവ തെയ്യങ്ങളെ തന്നെയാണ്. ആ തെയ്യങ്ങളിൽ ഒന്നായ പാടിമല ദൈവത്താർ അണിയറയിൽ ഒരുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ണാൻ സമുദായക്കാർ തന്നെയാണ് പാടിമല ദൈവത്താരുടെയും കൂടെ അത് കഴിഞ്ഞ് കെട്ടിയാടുന്ന കൊടക്കേറ്റ് ദൈവത്താരുടെയും കോലം ധരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഈ രണ്ട് അപൂർവ തെയ്യങ്ങളെ തന്നെയാണ്, പാടിമല ദൈവത്താറും കൊടക്കേറ്റ് ദൈവത്താറും. കെട്ടിലും മട്ടിലും എല്ലാം തിരുവപ്പനയുമായിട്ട് ഏറെ സാമ്യം ഈ ഒരു പാടിമല ദൈവത്താർ എന്ന തെയ്യത്തിന് നമുക്ക് കാണാൻ പറ്റും. തെയ്യത്തിൻ്റെ കഥ എടുത്ത് നോക്കുകയാണെങ്കിലും മുത്തപ്പൻ എന്ന തെയ്യവുമായിട്ട് ഏറെ ബന്ധം ഈ ഒരു തെയ്യത്തിന് നമുക്ക് കാണാൻ പറ്റും. ആൺതെയ്യമാണെങ്കിലും ഈ ഒരു തെയ്യത്തിൻ്റെ തിരുമുടി എന്ന് പറയുന്നത് നമ്മുടെ പുലിയൂർകാളിക്കും പുതിയ ഭഗവതിക്കും എല്ലാം ഉള്ള പോലെ വട്ടമുടിയാണ്. പക്ഷേ തിരുവപ്പനെ പോലെ താടിമീശ ഈ ഒരു തെയ്യം ധരിച്ചിട്ടുണ്ടാവും. ശിവാംശമുള്ള ഒരു തെയ്യക്കോലാണ് പാടിമല ദൈവത്താർ എന്ന് സാധാരണ പറഞ്ഞു വരുന്നുണ്ട്. കൂടാതെ മന്നനാടുടെ മൂത്തേട തലമനയിൽ പാടിക്കുട്ടിയമ്മയോടൊപ്പമുള്ള പ്രതിഷ്ഠയായിട്ടും ഈ ഒരു പാടിമല ദൈവത്താറെ വിശേഷിപ്പിക്കുന്നു. പാടിമല ദൈവത്താർ കഴിഞ്ഞിട്ടാണ് കൊടക്കേറ്റ് ദൈവത്താർ എന്ന വലിയ മുടി വെച്ച തെയ്യം പ്രത്യക്ഷപ്പെടുക. കെട്ടിലും മട്ടിലും എല്ലാം തായ്പര ദേവത എന്ന തെയ്യവുമായിട്ട് ഈ ഒരു കൊടക്കേറ്റ് ദൈവത്താർക്ക് ഏറെ സാമ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എകിർ ഈ ഒരു തെയ്യം ധരിക്കൂല. തെയ്യത്തിന് വെച്ച് കെട്ടുന്ന വേഷങ്ങളെയാണ് സാധാരണ അണിയലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. ഓരോ അണിയലങ്ങൾക്കും ഓരോ പേരുകളും ഉണ്ടായിരിക്കും. കോലാധാരിയുടെ വായോട് ചേർന്ന് കാണുന്ന വെള്ളിപ്പല്ലിനെയാണ് സാധാരണ എകിട് എന്ന് വിശേഷിപ്പിക്കുക. പാടിമല ദൈവത്താരുടെ വേഷം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വേഷം ഈ ഒരു തെയ്യത്തെ മറ്റു തെയ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നുണ്ട്. വട്ടമുടിയും ഓലക്കാതും തിരുവപ്പനയുടേത് പോലുള്ള മീശയും എല്ലാം ഈ ഒരു തെയ്യത്തിൻ്റെ വേഷം ഏറെ വ്യത്യസ്തമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. 5 പുള്ളിയും ആനക്കാലും അഥവാ കട്ടാരം പുള്ളി എന്ന മുഖത്തെഴുത്താണ് ഈ ഒരു പാടിമല ദൈവത്താർക്ക് മുഖത്തെഴുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും.
മുടിയും വിട്ട് വേറെ ഒതുക്കഴിക്കുന്നുണ്ടല്ലോ അല്ലേ തന്ത്രികാമേ? ആയപ്രകാരത്തിങ്കിൽ ആയാലും പടവാത്തി ഉൽപ്പത്തി വിശേഷിക്കാട് തക്കോണത്തിങ്കിൽ എൻ്റെ തന്ത്രികാമൻ എടുത്തത് പുഷ്പമായിട്ടും ജപിച്ചത് മന്ത്രമായിട്ടും ഇന്നത്തെ ഒരു വരുത്തിയിട്ടുണ്ട്. വേൽമാറും തറവാട് ശരീരം പ്രാവറിച്ചളയാണ് ഞാൻ രക്ഷിച്ചെടുത്തോളാം തന്ത്രികാമേ. ഇപ്പോഴത്തെ നേരം വന്നവരോട് പൊന്തിക്കട്ടോ തന്ത്രികാമേ. ശരിക്കട്ടെ. ശേഷം പാടിമല ദൈവത്താർ കഴിഞ്ഞാൽ അരങ്ങത്തേക്കെത്തുന്ന അടുത്ത തെയ്യാണ് കൊടക്കേറ്റി ദൈവത്താർ. ഈ രണ്ട് തെയ്യങ്ങളും അപൂർവമായിട്ട് മാത്രമേ കെട്ടിയാടാറുള്ളൂ. സാധാരണ മലയോര ദേശങ്ങളിലാണ് ഈ ഒരു തെയ്യത്തിന് പ്രമുഖമായിട്ട് കെട്ടിക്കോല നൽകി ആരാധിക്കുന്നത്. തെയ്യത്തിനെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ നമ്മുടെ തായ്പര ദേവതയാണെന്നേ തോന്നും. കാരണം അത്രമേൽ ഏറെ സാമ്യം രണ്ട് തെയ്യങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റും. ശിവാംശത്തിലുള്ള ഒരു തെയ്യക്കോലം തന്നെയാണ് കൊടക്കേറ്റി ദൈവത്താറെന്നും പറഞ്ഞു വരുന്നു. ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് ഈ ഒരു തെയ്യം കാണുന്നത്. അതുകൊണ്ട് ഈ തെയ്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവുകളും ഏറെ പരിമിതമാണ്. അപ്പോൾ എന്നെക്കാളും ഈ രണ്ട് തെയ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ തന്നെ നിങ്ങളും എൻ്റെ കൂടെ നടുവിൽ അയ്യപ്പ വനദുർഗാ ക്ഷേത്രത്തിലേക്ക് ഈ രണ്ട് തെയ്യങ്ങളെ കാണാൻ വന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം കാണുന്ന ഏതൊരു കാഴ്ചക്കാരനെയും എൻ്റെ കൂടെ ആ കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ശ്രമം എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ അധികമാരും കാണാത്ത അപൂർവ കാഴ്ചകളും അപൂർവ തെയ്യങ്ങളെയും തേടി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം തന്നെ എത്തും. അപ്പോൾ അടുത്ത തെയ്യക്കാവിൽ വെച്ച് കാണുന്നവരെ എക്സ്പ്ലോർ സൈൻ ഓഫ്.